ഈ ബ്രാൻഡിങ് സ്ട്രാറ്റജികളിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു എലമെൻറ്റ് ഈ ബ്രാൻഡ് ആർക്കിടൈപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ പൊസിഷനിങ്ങിലേക്കൊക്കെ കോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് ബ്രാൻഡ് ആർക്കിടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ഈ ബ്രാൻഡ് ആർക്കിടൈപ്പിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഏത് ആസ്പെക്റ്റാണ്, ഏത് ആട്രിബ്യൂട്ടാണ് കൂടുതലായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ടത്. കാരണം നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് പലതരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അതിന് പലതരത്തിലുള്ള ക്വാളിറ്റി മാറ്റേഴ്സ് ആവാം, അതിൻ്റെ ഫങ്ഷണൽ ആൻഡ് യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവിലാകാം, കസ്റ്റമർ എക്സ്പീരിയൻസ് പെർസ്പെക്റ്റീവിലാവാം. ഇങ്ങനത്തെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഇതിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ആട്രിബ്യൂട്ട്സിൽ ഏതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് സത്യത്തിൽ ഈ ബ്രാൻഡ് ആർക്കിടൈപ്പുമായിട്ടുള്ളൊരു കോറിലേഷൻ്റെ മുകളിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അത് തമ്മിൽ കോറിലേറ്റ് ചെയ്യുകയും എന്നിട്ട് ആ ലാംഗ്വേജിലേക്ക് അത് ഡിമാൻഡ് ചെയ്യുന്ന, ഈ ആർക്കിടൈപ്പ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിലേക്ക്, ഒരു വിഷ്വൽ ലാംഗ്വേജ് ആകാം, അതിൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആവാം. അപ്പം ഈ വെർബൽ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് എൻ്റെ ലൈനപ്പ് ചെയ്യുക, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷനിലൊരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഏത് ആർക്കിടൈപ്പിൽ നിൽക്കുന്ന ബ്രാൻഡിനോട് ആനുപാതികമായിട്ടുള്ളൊരു ഡെലിവറി പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ 3 അലൈൻമെൻറ്റുകളും സത്യത്തിൽ കൃത്യമായി വരുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊസിഷനിങ് എന്നും കൂടി പറയുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ കൃത്യമായിട്ട് പൊസിഷനിങ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു തിയററ്റിക്കലി ഏത് പ്രൊഡക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നാലും ആ പ്രൊഡക്റ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിൽ എവിടെയാണ് വിള്ളൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്.